ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശരത്തിനെ കാണാനായിട്ട് സച്ചി ചെല്ലുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ തന്നെയാണല്ലോ ശരത്ത് പെരുമാറുന്നത്. പണം മാത്രമാണ് എല്ലാം എന്നാണ് നമ്മുടെ ശരത്ത് വാദിക്കുന്നത്. എന്നാൽ ശരത്തിനെ പറഞ്ഞു നിർത്താണ്ട് സച്ചി ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നതെല്ലാം തന്നെ അംഗീകരിക്കാനോ അനുസരിക്കാനോ ശരത്ത് തയ്യാറാകുന്നില്ല. മാത്രമല്ല സച്ചിയോട് അവൾ നിന്ന് ഇറങ്ങിപ്പോവാൻ വരെ ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് സച്ചി തിരികെ കാസ്റ്റാറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം മദ്യപിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നതും മഹേഷ് സച്ചി തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതും. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ സച്ചി തുറന്നു പറയാനുള്ള അവൻ വളരെ മോശമായ രീതിയിലാണ് എന്നോട് പെരുമാറിയതെന്നൊക്കെ മഹേഷിനോടായിട്ട് തുറന്നു പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തോടെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം സച്ചി മഹേഷിനോടായിട്ട് പറയുന്നുണ്ട്, എടാ മഹേഷെ, നമുക്കും ഇഷ്ടംപോലെ പണത്തിന്റെ ആവശ്യമൊക്കെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ ചെയ്യുന്ന പോലെ മോഷ്ടിക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. അതെല്ലാം ഞാൻ അവനെ പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ എന്താ പറഞ്ഞതെന്നോ, അവൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ രണ്ട് കൈയും കാലും തല്ലുപിടിച്ചിടാൻ തോന്നും എന്നൊക്കെ എന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട സച്ചി. ഇത് കേൾക്കുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, ഇത് തന്നെ നിന്റെ പ്രശ്നം, നീ നിന്റെ ദേഷ്യം നടക്ക്, നീ ആദ്യം കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു, നിനക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ മഹേഷ് പറഞ്ഞ സമയത്ത്, എടാ മഹേഷ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവൻ പണ്ടത്തെ ആളൊന്നുമല്ല. അവൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എൻ്റെ ചേച്ചിയെ നോക്കാൻ, എൻ്റെ ചേച്ചി ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിത്തരാൻ പോലും നിങ്ങൾക്ക് കഴിവില്ലാതായി പോയല്ലോ എന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച് മഹേഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ആകെ സങ്കടപ്പെടട്ടെ. മാത്രമല്ല കൂട്ടത്തിൽ തന്നെ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, എടാ മഹേഷെ, ഇന്നത്തെ കാലത്ത് ആരെയും നോക്കാതെ സ്വാർത്ഥരായിട്ട് ജീവിക്കുക, പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ലടേ, എനിക്ക് എല്ലാവരും വേണം, എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ സച്ചി പറയുകയാണ്. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും മഹേഷിനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. മഹേഷിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അതിലൊന്നും തന്നെ ഒതുങ്ങുന്നില്ല കേട്ടോ. സച്ചി വീണ്ടും പറയുകയാണ്, എടാ, ഞാൻ അവൻ എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടത്, പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, അവനൊരിക്കലും എന്നൊരു സ്വന്തം ചേട്ടനെ പോലെ കണ്ടിട്ടില്ല. അതേ രീതിക്ക് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോവാൻ വരാൻ പറഞ്ഞു. പാവ എൻ്റെ രേവതി, എന്തൊക്കെ സ്വപ്നങ്ങൾ അവനെക്കുറിച്ച് ഉള്ളതെന്നറിയാമോ? ഇതൊക്കെ നശിപ്പിച്ചിട്ടാണ് അവൻ അങ്ങനെ നടക്കുന്നത്. ഞാനിതൊക്കെ തുറന്നു പറഞ്ഞു, അവനോട് ചേച്ചിയുടെ അമ്മയുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാൻ പോലും അവൻ തയ്യാറാവുന്നില്ല. അവന് വലുത് ആന്റണിയാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ്. അതിനുശേഷം ഓരോരോ കാര്യങ്ങൾ, അതായത് തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം തന്നെ മഹേഷിനോട് തുറന്നു പറഞ്ഞിട്ട് സച്ചി ആ മദ്യലഹരയിൽ അവിടെ കിടക്കുവാണ് കേട്ടോ. മഹേഷാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയും, കാരണം എന്ത് പറഞ്ഞാലും സച്ചിയെ തന്നെ കൊണ്ട് സമാധാനിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ അമ്മയും രേണുവും ശരത്തും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശരത്ത് പറയുന്നുണ്ട്, അമ്മ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, നിങ്ങളൊന്നും കഴിച്ചില്ല, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ, എനിക്കുള്ള ഭക്ഷണം മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ മോനെ, ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എന്ന് ലക്ഷ്മി ചോദിക്കുന്ന സമയത്ത്, അതിനെന്താ അമ്മ, ചേച്ചി അവിടെ നിന്ന് പുറപ്പെട്ടു എന്നല്ല പറഞ്ഞത്, ചേച്ചി ഇപ്പം തന്നെ എത്തിക്കോളൂ, അമ്മ പോയി ഭക്ഷണം കഴിച്ചിട്ട് വായെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിനെ അമ്മയും അവിടെ നിന്ന് നിർബന്ധിച്ചതിനെ പറഞ്ഞു വിടാണ് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, സച്ചി ഇവിടെ വന്നതും സച്ചി തന്നോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആന്റണിയെ വിളിച്ചൊന്ന് ശരത്തിനെ പറയണം, അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നത്. അമ്മയും രേണുവും പോയി തൊട്ട് പിറകുന്ന തന്നെ ശരത്ത് ആന്റണിയെ വിളിക്കാൻ കേട്ടോ. ആന്റണിയോടായിട്ട് താൻ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്ന സമയത്ത് ആന്റണി വേഗം, നീ ഹോസ്പിറ്റലിലാണെന്ന്, എന്നിട്ട് നീ എന്താ എന്നോട് ഒരു വാക്ക് പോലും പറയാതിരുന്നത്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുമ്പോഴത്തേക്കും, വേണ്ട ആന്റണി ചേട്ടാ, ഇവിടെ അമ്മയും രേണുവൊക്കെ ഉണ്ട്, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് പറയാൻ കേട്ടോ. വേഗം തന്നെ ആന്റണി പറയാണ്, നിനക്കിനി പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ ആരും കൈ കൊടുത്തു വിടാമെന്ന് പറയുമ്പോഴത്തേക്കും, വേണ്ട ആന്റണി ചായ, ഞാനിപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണാൻ സച്ചിയേട്ടൻ ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, സച്ചിയോ, അവൻ കൈ ഒടിച്ചിട്ട് നിന്നെ കാണാൻ വന്നുവല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആന്റണി. ഈ സമയത്ത് സച്ചിയേട്ടൻ എൻ്റെ കൈ ഓടിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലല്ല, സച്ചിയേൻ്റെ കയ്യിൽ ഒരു CCTV ദൃശ്യമുണ്ട്. നമ്മൾ സച്ചിയേൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കവർന്നുകൊണ്ട് പോയില്ലേ, ആ ഒരു വീഡിയോ കൊണ്ടുവന്ന് സച്ചിയേട്ടൻ എന്നെ കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെ ഒന്ന് പതറുകയുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു വീഡിയോ അവൻ്റെ കയ്യിലുണ്ടല്ലേ, അത് കാണിച്ചാണ് ഇപ്പോൾ അവൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല, വീട്ടിൽ ആർക്കും തന്നെ സത്യങ്ങളൊന്നും അറിയില്ല, കാരണം എന്നോട് മാത്രമായിട്ടാണ് സത്യയുടെ സംസാരിച്ചത്. മാത്രമല്ല രേവതി ചേച്ചി ഈ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള പേടിയൊക്കെ സച്ചേനുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരങ്ങൾ ആരോടും തന്നെ പറയാൻ സാധ്യതയില്ല എന്നൊക്കെ ശരത്ത് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആന്റണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ കൂടെ ആന്റണി ചേട്ടനുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആന്റണി ശരത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശരത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വേഗം തന്നെ ശരത്ത് പറയുകയാണ്, എനിക്കറിയാം ആന്റണി ചേട്ടാ, ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്, എന്തായാലും എനിക്ക് പണ്ടത്തെ പോലെ അയാളെ പേടിയൊന്നുമില്ല, ആന്റണി ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ ശരത്ത് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. ഈ ഒരു സമയം തന്നെയാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രേവതി എന്നിട്ട് അമ്മയെ രേണു എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ക്യാൻറ്റീനിൽ പോയിരിക്കുകയാണെന്ന് പറയാണ്.
വേദന ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഡോക്ടറെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശരത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനും മറ്റുമൊക്കെ രേവതി ചോദിച്ചറിയുമ്പോഴത്തേക്കും ശരത്തിന് എന്തായാലും ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, 30,000 രൂപയുടെ അടുത്ത് ചെലവുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും 30,000 രൂപയോ ഡോക്ടർ, എൻ്റെ കയ്യിൽ അതില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ 10,000 രൂപയുള്ളൂ, ബാക്കി പണം ഞാൻ ശരത്തിനെ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടച്ചേക്കാമെന്നൊക്കെ രേവതി പറയാം കേട്ടോ. ഡോക്ടറാണെങ്കിൽ ഇവരുടെ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ പറയുകയാണ് എന്തായാലും ശരത്ത് ബൈക്കിൽ നിന്ന് വീണതല്ല എന്നുള്ള കാര്യം തീർച്ചയാണ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കൈയുടെ ഷോൾഡറിനും ജോയിന്റിനും മാത്രമാണ് ശരത്തിന് പരുക്കുള്ളൂ. അങ്ങനെ ബൈക്കിൽ നിന്ന് വീണതാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടായേനെ. ഇതൊന്നുമില്ലാതെ കൈക്ക് മാത്രം അപകടം പറ്റിയതാണെങ്കിൽ അവൻ ആരോ ആയിട്ട് അടിപിടി കൂടാൻ പോയിട്ടുണ്ട്, അവന്റെ കൈ ആരോ ബലമായി പുറകിലേക്ക് തിരിച്ചു ഒടിച്ചതാണ് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോഴത്തേക്കും രേവതി ആകെ ഞെട്ടിത്തിരിച്ച് നിൽക്കാണ്ട്. എന്നിട്ട് ഡോക്ടറോടായിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ അവന് പണ്ടത്തെ പോലൊന്നുമല്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ ഇപ്പം എന്ത് സംഭവിച്ചെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ശരത്തിന്റെ കൈ ആരോ ബലമായിട്ട് ഒടിച്ചതാണെന്ന് ഡോക്ടർ തറപ്പിച്ചതിനെ പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്ന സർജറി കഴിഞ്ഞതിന് ശേഷം ശരത്തിനെ കൊണ്ട് റൂമിലേക്ക് വരികയാണ്. അമ്മയും രേണുവും കൂട്ടത്തിൽ രേവതിയും ഉണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർമാരൊക്കെ പോയതിനു ശേഷം രേവതി നേരെ ശരത്തിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ശരത്തെ നീ ആരുടെ ബൈക്ക് എടുത്തുകൊണ്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ചേച്ചി എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ശരത്ത് ഇങ്ങനെ പതറിയ ശബ്ദത്തോടു കൂടി തന്നെ ചോദിക്കണം. കാരണം ഇനി എല്ലാ സത്യങ്ങളും സച്ചേട്ടൻ രേവതിയോട് തുറന്നു പറഞ്ഞു കാണുമോ എന്നുള്ളൊരു പേടിയൊക്കെ നമ്മുടെ ശരത്തിന്റെ ഉള്ളിലുണ്ടാവുകയാണ് കേട്ടോ. വേഗം രേവതി പറയുന്നതാണ്, പറ നീ ആരുടെ ബൈക്ക് എടുത്തുകൊണ്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിവേകിന്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് പോയതെന്ന് പറയുകയാണ് ശരത്ത്. എന്നാൽ വിവേകിന്റെ നമ്പർ എങ്ങനെ, ഞാൻ അവനെന്ന് വിളിക്കട്ടെ, അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ, എനിക്ക് അവനെ നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശരത്ത്, ചേച്ചി ഞാൻ എന്ന് ശരത്ത് പറയുമ്പോഴത്തേക്കും എടി രേവതി, നീ എൻ്റെ ഈ കാണിക്കുന്ന ഓപ്പറേഷനെ കഴിഞ്ഞിട്ട് വേദനയായിട്ട് വന്നിരിക്കുന്നതാണ് എൻ്റെ മോൻ, നീ എന്തിനാ അവനിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അമ്മ ഇവൻ ബൈക്കിൽ നിന്ന് വീണതൊന്നുമല്ല, ആരുടെയോ കൂടെ കൂടിച്ചേർന്ന് അടിപിടി ഉണ്ടാക്കിയിട്ടാണ് ഇവൻ്റെ കൈക്ക് ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ രേവതി തുറന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് ആകെ ഷോക്കേറ്റ് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ രേവതിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ശരത്തിനൊരു കാര്യം മനസ്സിലാവുകയാണ്, സത്യങ്ങളൊന്നും തന്നെ രേവതിയോട് പറഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ശരത്ത് ആ നിമിഷത്തിൽ പറയുന്നുണ്ട്, ചേച്ചി ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ആന്റണിൻ്റെ കൂടെയാണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിന്നോട് പറഞ്ഞല്ല അവൻ്റെ കൂട്ടുകൂടി പോകരുത്, നിൻ്റെ കൈ ഒടിച്ചില്ല അവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ശരത്തിന് തല്ലാനൊരുങ്ങാൻ കേട്ടോ. വേഗം തന്നെ അമ്മ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് ശരത്ത് പറയുന്നത്, രേവതി ചേച്ചി ആന്റണി ചേട്ടൻ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്, അതിൻ്റെ ഡാറ്റ എൻട്രി വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത്, പിന്നെ കുറച്ച് പലിശയ്ക്ക് പണവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലിശയ്ക്ക് പണം കൊടുത്തത് കൂട്ടത്തിൽ സച്ചേൻ്റെ കൂട്ടുകാരൻ മഹേഷേട്ടനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷാണ് നിന്റെ കൈ ഒടിച്ചതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ, മഹേഷേനല്ല കൈ ഒടിച്ചതെന്ന് ശരത്ത് മറുപടി പറയുകയാണ്. പിന്നീട് ശരത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷിനെ കാണാനായിട്ട് ആന്റണി ചേട്ടൻ്റെ കൂടെ ഞാനും പോയ സമയത്ത് ആന്റണി ചേട്ടനെ മഹേഷ് തല്ലുകയും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സച്ചേട്ടൻ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. സച്ചേട്ടനാണ് തൻ്റെ കൈ ഒടിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും 3 പേരും, അതായത് രേവതിയും അമ്മയും രേണുവും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. വേഗം തന്നെ രേവതി പറയുന്നുണ്ട്, ശരത്തെ ഇനി നുണ പറയരുതെന്ന് പറയുമ്പോഴത്തേക്കും നുണയല്ല ചേച്ചി, എൻ്റെ അമ്മയാണ് സത്യം, സച്ചേട്ടനാണ് എൻ്റെ കൈ ഒടിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും രേവതിക്ക് എന്ത് പറയണമെന്നുള്ള അവസ്ഥയിലാവും. ഒരു സമയത്ത് രേണു പറയുന്നുണ്ട്, വെറുതെ അല്ല സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരാത്തത് അല്ലേ, സച്ചേട്ടൻ ഇത്രയധികം ക്രൂരത ചെയ്തിട്ട് കാര്യം ഉണ്ടായിരുന്നു, സച്ചേട്ടൻ മാറിയെന്ന് പറയുന്നതൊക്കെ വെറുതെയാണെന്നൊക്കെ രേണു അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ലക്ഷ്മിയും ഇതേ രീതിയിൽ തന്നെ സംസാരിക്കട്ടെ, സ്വന്തം മോനെ പോലെയാണ് ഞാൻ കരുതിയത്, എന്നിട്ടും സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ സംസാരിക്കുന്നുണ്ട്. രേവതിക്കാണെങ്കിലോ തിരിച്ച് പ്രതികരിക്കാനാവുന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ശരത്ത് സച്ചിയോടുള്ള ദേഷ്യം മൂവർക്കും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞതാണ് സച്ചിയേട്ടനോട് എൻ്റെ കൈ വിടുന്നു പറഞ്ഞ് ഞാൻ കരഞ്ഞു പറഞ്ഞു, പക്ഷേ സച്ചിയേട്ടൻ കൈ വിട്ടില്ല, സച്ചിയേട്ടൻ